ETF ലോഞ്ച് ഇപ്പോഴത്തെ നടക്കാനുള്ള എല്ലാ സൂചനകളും നമ്മൾ കാണുന്നുണ്ട്. ഇതിന്റെ ഏറ്റവും വലിയ സൂചന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എതേറിയത്തിന്റെ ETF അപ്രൂവലാണ്. എതേറിയം ഇതുവരെ മീൻസ് അപ്രൂവലിന് മുമ്പ് വരെ അതൊരു സെക്യൂരിറ്റി ആയിട്ടാണ് SEC കണ്ടിരുന്നത്. SEC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ US സെക്യൂരിറ്റീസ് ആൻഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് കമ്മീഷൻ എന്നാണ് SEC എന്ന് പറഞ്ഞത്. ഇവര് അല്ലെങ്കിൽ ഈ ഓർഗനൈസേഷൻ ഇതുവരെ പറഞ്ഞത് എതേറിയം ഒരു സെക്യൂരിറ്റി ആയിട്ടാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു കമ്മോഡിറ്റി അല്ല, കമ്മോഡിറ്റിയെ മാത്രം ETF അപ്രൂവൽ കൊടുക്കുള്ളൂ എന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നു. പക്ഷെ ആ നിർബന്ധമൊക്കെ പോയി. മീൻസ് ബിറ്റ്കോയിനെ സംബന്ധിച്ച് അങ്ങനത്തെ ഒരു വിഷയമില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ബിറ്റ്കോയിൻ ഒരു കമ്മോഡിറ്റി ആണ്, ഗോൾഡ് പോലെയാണ്. കാരണം ഈസി അപ്രൂവൽ കിട്ടി, മനസ്സിലായോ? എതേറിയത്തിനെ സംബന്ധിച്ച് അങ്ങനെയല്ല. എതേറിയം ഒരു ഷെയർ പോലെയാണ് ആൾക്കാർ കാണുന്നത്, മീൻസ് SEC കാണുന്നത് ഒരു കമ്പനിയുടെ ഷെയർ പോലെ. മീൻസ് അതിൽ നിന്ന് നമുക്ക് ഡിവിഡൻസ് കിട്ടും, എത്ര ഷെയർ നമ്മൾ ഓൺ ചെയ്യുന്നതനുസരിച്ച്, എത്ര എതേറിയം ഓൺ ചെയ്യുന്നതനുസരിച്ചിട്ട്. അങ്ങനെയാണ് SEC കണ്ടിരുന്നത്. അപ്പൊ എന്തിനാണ് SEC എതേറിയത്തിന് ETF അപ്രൂവൽ കൊടുത്തത്? അത് കൊടുക്കാനുള്ള കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈതർ എന്ന് പറഞ്ഞ ക്രിപ്റ്റോ കറൻസിക്ക് സെക്യൂരിറ്റീസിന്റെ സ്വഭാവമുണ്ട്, കമ്മോഡിറ്റിയുടെ സ്വഭാവമുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈതർ സ്റ്റേക്ക് ചെയ്തിട്ട് നമുക്ക് അതിൽ നിന്ന് ട്രാൻസാക്ഷൻ ഫീ കിട്ടും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ നെറ്റ്വർക്കിൽ നടക്കുന്ന ട്രാൻസാക്ഷൻ ഫീ നമുക്ക് റിവാർഡ് ആയിട്ട് കിട്ടും. അതൊരു കാര്യമാണ്, അതൊരു സെക്യൂരിറ്റീസിൽ ഉൾപ്പെടുന്ന ഒരു സ്വഭാവമാണ്. പക്ഷെ അത് മാത്രമല്ല, നമുക്ക് ഈതർ അൺസ്റ്റേക്ക് ചെയ്തിട്ട് നമ്മുടെ കയ്യിൽ എടുത്തു വയ്ക്കും ചെയ്യാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതൊരു കമ്മോഡിറ്റി ആയിട്ട് നമുക്ക് കൊണ്ടു നടക്കാനും പറ്റും. ഈ ഡുവൽ നേച്ചർ കാരണം കൊണ്ടാണ് ഇവിടെ കൺഫ്യൂഷൻ ഉണ്ടായത്. ഈ ഡുവൽ നേച്ചർ ഒക്കെ കാരണം കൊണ്ട് SEC ഒരു കൺസെഷൻ കൊടുത്തതായിരിക്കും, മനസ്സിലായ? പക്ഷെ അതൊരു ഫാക്ടർ മാത്രമാണ്. രണ്ടാമത്തെ ഫാക്ടർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല രാജ്യങ്ങളും ക്രിപ്റ്റോ കറൻസി അഡോപ്ഷന് വേണ്ടി കമ്പീറ്റ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റിന് വേണ്ടി അവർ നല്ല രീതിയിൽ പോരാടുന്നു. അവർക്ക് മുന്നിൽ നിൽക്കണം ബാക്കി എല്ലാ രാജ്യങ്ങളെക്കാട്ടും. അതിന് വേണ്ടിയിട്ടൊരു കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട് എല്ലാ രാജ്യങ്ങളും തമ്മിൽ. ഇതൊക്കെ കൊണ്ട് SEC അല്ലെങ്കിൽ നിലവിലുള്ള അഡ്മിനിസ്ട്രേഷൻ ക്രിപ്റ്റോ കറൻസി റെഗുലേഷൻസ് ഈസി ചെയ്യാൻ നോക്കണം. ഈസി ചെയ്തില്ലെങ്കിൽ അവർക്ക് ബാക്കി രാജ്യങ്ങളിലൊപ്പം കമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. ഈ ബാക്കി രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ ചൈനയൊക്കെ ഉൾപ്പെടും. അവരാണെങ്കിൽ ഫാസ്റ്റ് അഡോപ്ഷൻ നടത്താൻ ആണ് പോകുന്നത്. പെട്ടെന്ന് ആ ടെക്നോളജി അവരുടെ എക്കോണമിയിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാനാണ് അവർ നോക്കുന്നത്. ഇങ്ങനെ അവർ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കൊരു ടെക്നോളജിക്കൽ ഹെഡ് കിട്ടും US ലാഗ് ചെയ്യും, പിന്നോട്ട് പോകും, ഗെയിം ഒന്ന് ഔട്ട് ആവും. ഇതൊക്കെ കണ്ടറിഞ്ഞുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് അപ്രൂവൽ ഒക്കെ ചെയ്ത് കൊടുക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ അത് മാത്രമല്ല, മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിലവിലുള്ള അഡ്മിനിസ്ട്രേഷൻ ആന്റി ക്രിപ്റ്റോ ആണ്. അത് അധികം അവർക്ക് ഓടിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് ഇപ്പൊ അവര് പ്രോ ക്രിപ്റ്റോ സ്റ്റാൻസ് എടുക്കുകയാണ്. കാരണം എന്താന്ന് വെച്ചാൽ ട്രംപ് പ്രോ ക്രിപ്റ്റോ ആണ്. ട്രംപ് പ്രോ ക്രിപ്റ്റോ മെഷേഴ്സ് എടുക്കുമെന്ന് പറയുന്നുണ്ട് ആള് വിജയിച്ചിട്ടുണ്ടെങ്കിൽ. അതിനുള്ള മെഷേഴ്സ് എടുക്കുന്നുണ്ട്. ഇപ്പൊ നിലവിൽ ആള് കണ്ടമാനൊക്കെ ഫണ്ടിങ്ങും എൻഡോഴ്സ്മെന്റ് ഒക്കെ ക്രിപ്റ്റോ കറൻസി വഴി അത് വാങ്ങുന്നുണ്ട്. അതിനൊരു നല്ല സൂചനയാണ്. പിന്നെ ഒരു സെഗ്മെന്റ് ആൾക്കാർ ഈ ക്രിപ്റ്റോയിൽ ഭയങ്കര വിശ്വാസമുണ്ട്. അതുകൊണ്ട് ട്രംപിന് അവർ വോട്ട് ചെയ്യും. കാരണം ട്രംപ് പ്രോ ക്രിപ്റ്റോ ആയിരുന്നു. അപ്പൊ കറന്റ് അഡ്മിനിസ്ട്രേഷൻ ഒരു ചേഞ്ച് ഓഫ് സ്റ്റാൻസ് വെക്കുകയാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ചേഞ്ച് ഓഫ് സ്റ്റാൻസ് വെച്ചില്ലെങ്കിൽ ട്രംപ് കൊണ്ടുപോകുന്ന അവർക്ക് നല്ല ബോധ്യമുണ്ട്. ട്രംപ് അല്ലെങ്കിലും പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ വിജയിക്കുന്ന നല്ല ബോധ്യമുണ്ട് ഇപ്പൊ എല്ലാവർക്കും. അപ്പൊ അവര് ഒരു വലിയൊരു ഡയർ ആയിട്ടുള്ള ഒരു റിസ്ക് എടുക്കുകയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പ്രോ ക്രിപ്റ്റോ ആയി. അപ്പൊ അവരൊരു ഡയർ ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുകയാണ്. ഡയർ ആയിട്ടുള്ള ഡിസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടും കൽപ്പിച്ചൊരു ഡിസിഷൻ എടുക്കാണ് ഇപ്പൊ അവര്. അപ്പൊ കറന്റ് അഡ്മിനിസ്ട്രേഷൻ എന്താ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അവര് പ്രോ ക്രിപ്റ്റോ സ്റ്റാൻസ് എടുക്കുകയാണ്. സ്റ്റാൻസ് എടുക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രംപിന് എതിരെ പോരാടാൻ, അവർക്ക് പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ വിജയിക്കാം. മനസ്സിലായത്? അത് പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്ക് സംശയമാണ്. എന്നാലും ഇതൊരു പ്രഷറാണ് കറന്റ് അഡ്മിനിസ്ട്രേഷനിൽ നിന്ന് വരുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു വോട്ട് വേണമെങ്കിൽ, ആ ഒരു ക്രിപ്റ്റോ എഫിനിറ്റി ഉള്ള ആൾക്കാർ, ക്രിപ്റ്റോനോട് ഇഷ്ടമുള്ള ആൾക്കാർ എടുക്കുന്നുള്ള വോട്ട് വേണമെങ്കിൽ അവർ ഇങ്ങനത്തെ ഒരു തീരുമാനം എടുത്തേ പറ്റൂ. മനസ്സിലായത്? പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ ട്രംപ് ജയിക്കാനാണ് സാധ്യത കൂടുതൽ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ സംഭവിച്ച ഇൻസിഡന്റ് തന്നെ അത് പ്രൂവ് ചെയ്യണം ട്രംപിന്റെ വിജയം. വെച്ചിട്ടുണ്ടെങ്കിൽ ട്രംപിനെ കൊല്ലാനാണ് ശ്രമിച്ചത്. ഇതൊരു അസാസിനേഷൻ അറ്റംപ്റ്റ് ആണ് അവിടെ നടത്തിയത്. പക്ഷെ ട്രംപ് ആക്സിഡന്റലി നാരോലി എസ്കേപ്പ് ചെയ്തിട്ട് ആളെന്താ പറഞ്ഞത്? ഫൈറ്റ് എന്നാ പറഞ്ഞത്. ആ ഫൈറ്റ് എന്ന് പറഞ്ഞപ്പോ തന്നെ ആൾക്കാരുടെ ഉള്ളിൽ ഒരു പേട്രിയോട്ടിസം ജനിച്ചു. ആൾക്കാർ ഇത്രയും ധൈര്യശാലിയായ ഒരു പ്രസിഡന്റോ എന്നാണ് ആൾക്കാരുടെ ഉള്ളിൽ ചിന്തിച്ചു പോവുക. അപ്പൊ അവര് എന്താ ചെയ്യാ? ട്രംപിനെ വോട്ട് ചെയ്യും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആള് മരണത്തിന്റെ മുന്നിൽ വരെ ആള് പോരാടി. മീൻസ് ആള് കോൺഫിഡൻസ് കാണിച്ചു. അത് ജനങ്ങൾക്ക് ഇഷ്ടമായി. അതുകൊണ്ട് ഈ പറഞ്ഞ ഇലക്ഷനിൽ ആൾക്ക് വോട്ട് ചെയ്യാനുള്ള സാധ്യതയുള്ളൂ നമുക്ക് പറയാം. പിന്നെ അവർക്ക് പൊതുജനത്തിന് ട്രാക്ക് റെക്കോർഡ് ഉണ്ട്. ആ ട്രാക്ക് റെക്കോർഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറന്റ് അഡ്മിനിസ്ട്രേഷന്റെ പെർഫോമൻസ് ആണ്. കറന്റ് അഡ്മിനിസ്ട്രേഷന്റെ പെർഫോമൻസ് വളരെയധികം മോശമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്തില്ല ജനങ്ങൾക്ക്. അപ്പൊ എന്തായാലും ഒരു ചേഞ്ച് ഓഫ് ഗവൺമെന്റ് വരും ഉറപ്പാണ്. ട്രംപിന്റെ കാലഘട്ടത്തിൽ ഒരു യുദ്ധം പോലും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവരുടെ കാലഘട്ടത്തിൽ ഈ ബൈഡൻ അഡ്മിനിസ്ട്രേഷനിൽ യുദ്ധങ്ങൾ ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ ഒരു ചേഞ്ച് ഓഫ് അഡ്മിനിസ്ട്രേഷൻ വരും, നമുക്ക് 100% പറയാം.
പിന്നെ പ്രോ ക്രിപ്റ്റോ ആയതുകൊണ്ട് നമുക്ക് ഉറപ്പിക്കാം ഈ അസാസിനേഷൻ അറ്റംപ്റ്റും കൂടി വരുമ്പോൾ വിജയിച്ചു എന്ന് തന്നെ പറയാം ട്രംപ്. അത് നമുക്ക് എങ്ങനെ ഗുണപ്രദമാവുമെന്ന് ചോദിച്ചാൽ അത് പ്രോ ക്രിപ്റ്റോ ആണ്. കാശ് എന്തായാലും കൂടും, മാർക്കറ്റ് നല്ല രീതിയിൽ പമ്പ് ചെയ്യും, നല്ല ബുള്ളിഷ് ഇൻഡിക്കേറ്റർ ആണ് ഇത്. മനസ്സിലായോ? ഇതൊക്കെ കാരണം കൊണ്ടായിരിക്കും SEC അപ്രൂവ് ചെയ്യുന്നത് ഈ ക്രിപ്റ്റോ ETFs. എതേറിയത്തിന്റെ അപ്രൂവൽ ആയിരുന്നു ഏറ്റവും ടഫസ്റ്റ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എതേറിയം ഒരു സെക്യൂരിറ്റി ആണ്, അതുപോലെ തന്നെ ബാക്കി ക്രിപ്റ്റോ കറൻസിയും എതേറിയത്തിന്റെ സ്വഭാവങ്ങളും ഉള്ള ക്രിപ്റ്റോ കറൻസിയാണ്. ഇപ്പൊ എതേറിയത്തിന്റെ ETF അപ്രൂവൽ കിട്ടിയതിനാൽ ഇനിയുള്ള ക്രിപ്റ്റോ ETF എങ്ങനെ പോലും അപ്രൂവൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. എങ്ങനെ പോലും ഈസിലി. മനസ്സിലായോ? പിന്നെ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം, സോളാനോ ETF ഫയലിംഗ് ഓൾറെഡി നടന്നു എന്നുള്ളൊരു സത്യം നിങ്ങൾ മനസ്സിലാക്കും. ബാനക്സും 21 ഷെയർസും ഓൾറെഡി സൊളാന ETF അപ്രൂവൽ കൊടുത്തിട്ടുണ്ട്. എവിടെ? SBOE, ഷിക്കാഗോ ബോർഡ് ഓഫ് എക്സ്ചേഞ്ചിൽ അവർ കൊടുത്തു കഴിഞ്ഞു. അത് എപ്പോഴാണ് കൊടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് ലേറ്റ് ജൂണിലാണ് കൊടുത്തത്. ആൻഡ് ബൈ ഏർലി ജൂലൈയിൽ CBOE അല്ലെങ്കിൽ ഷിക്കാഗോ ബോർഡ് ഓഫ് എക്സ്ചേഞ്ച് അവര് സബ്മിറ്റ് ചെയ്തു. എന്ത് സബ്മിറ്റ് ചെയ്തു? 19B ഫയലിംഗ്സ്. ആരെടുത്ത്? സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷന്റെ അടുത്ത്, SECയുടെ അടുത്ത്. അപ്പൊ ഇതിന്റെ അപ്രൂവല് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ ഫസ്റ്റ് വിചാരിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എതേറിയത്തിന്റെ ETF അപ്രൂവൽ ഇപ്പോഴത്തൊന്നും വരില്ല എന്നാണ്. Q4 ഒക്കെ വന്നു 2024. പക്ഷെ അങ്ങനെ നല്ല സംഭവിച്ചു. അതിന് തൊട്ട് മുമ്പായിട്ട് വന്നു Q3 തന്നെ അപ്രൂവൽ കിട്ടി എതേറിയത്തിന്. ഇനി അധികം സമയം വേകാണ്ട് സൊളാനോനും XRPക്കും കിട്ടും ETF അപ്രൂവല്. മനസ്സിലായോ? പിന്നെ ഒരു കാര്യം മനസ്സിലാക്കണം, സൊളാനോ എതേറിയം കമ്പയർ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ സൊളാനാണ് കൂടുതൽ ബെറ്റർ ചാൻസ് ETF അപ്രൂവൽ കിട്ടാൻ. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, സൊളാനോന് എതേറിയത്തിന്റെ ബോട്ടൽ നെക്സ് ഒന്നും ഇല്ല. ബോട്ടൽ നെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ട്രാൻസാക്ഷൻ ഫീ ഇല്ല, യൂസേഴ്സിന് ബുദ്ധിമുട്ടിക്കൽ കുറവാണ്. സൊളാനോ ബേസിക്കലി ബെറ്റർ ആണ് എതേറിയത്തിനെക്കാട്ടും. പിന്നെ ഇവര് മാത്രമല്ല സൊളാനോ ETF വേണ്ടി അപ്രൂവൽ നോക്കണം. ഫ്രാങ്ക്ലിൻ ടെംപ്ലട്ടിനും അപ്രൂവൽ നോക്കുന്നുണ്ട് ഈ സൊളാനോ ETF. മീൻസ് അവർക്ക് മനസ്സിലായി എതേറിയത്തിന്റെ ETF സക്സസ് കൊണ്ട് മീൻസ് വേറെ ക്രിപ്റ്റോ കറൻസി ETF അപ്രൂവൽ കിട്ടാൻ ഇനി വളരെ എളുപ്പമാണെന്നുള്ളൊരു ധാരണയിൽ അവർ എത്തിയിട്ടുണ്ട് ബേസിക്കലി. മനസ്സിലായോ? അതിനു വേണ്ടി ഒരു കോമ്പറ്റീഷൻ ആണ് ഇപ്പൊ നടക്കുന്നത്. പിന്നെ സൊളാനോയ്ക്ക് അപ്രൂവൽ കിട്ടാനുള്ള സാധ്യത എന്താന്ന് വെച്ചാൽ സൊളാനോ ഹാസ് ഷോൺ മേജർ അഡോപ്ഷൻ. എന്ന് വെച്ചാൽ സൊളാനോ മേജർ അഡോപ്ഷൻ കാഴ്ചവെച്ചിട്ടുണ്ട് ആൻഡ് കണ്ടിന്യൂസ് ടു മെച്ചൂർ. വളരെയധികം മെച്ചൂർ ചെയ്യുന്നുണ്ട്. ഓവർകമ്മിങ് ടെക്നോളജിക്കൽ ഗ്രോയിങ് പെയിൻസ് ആൻഡ് ഹൈലൈറ്റിംഗ് ദ പൊട്ടൻഷ്യൽ ഓഫ് ഹൈ തറോബോട്ട് ആൻഡ് മോണോളിത്തിക് ആർക്കിടെക്ചർ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൊളാനോയില് കൂടുതൽ ട്രാൻസാക്ഷൻസ് നടത്താം എതേറിയത്തിനേക്കാൾ. പ്ലസ് ട്രാൻസാക്ഷൻ ഫീ കുറവാണ് ബേസിക്കലി ഏതില്? സൊളാനോ. ഇതൊക്കെ കാരണം കൊണ്ട് സൊളാനോന് എളുപ്പത്തിൽ എതേറിയം ETF കിട്ടാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൊളാനോ എതേറിയത്തിനെക്കാളും ബെറ്റർ ആണെന്നുള്ള സത്യമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എതേറിയത്തിന് ഹൈ തറോബോട്ട് ഇല്ല. എതേറിയത്തിന് ട്രാൻസാക്ഷൻ ഫീ ഇപ്പോഴും വളരെ കൂടുതൽ തന്നെയാണ്. ഏകദേശം ആ നെറ്റ്വർക്ക് $3 million ട്രാൻസാക്ഷൻ ഫീ ആയിട്ട് എടുക്കുന്നുണ്ട്. യൂസേഴ്സ് വലിച്ചെടുക്കുന്നുണ്ട്. മീൻസ് കളക്റ്റീവ് യൂസേഴ്സ് എല്ലാവരും കൂടി കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ $3 million ട്രാൻസാക്ഷൻ. സൊളാനോയുടെ ട്രാൻസാക്ഷൻ ഫീ ഇല്ല, വളരെ കുറവാണ്, തുച്ഛമായ ട്രാൻസാക്ഷൻ ഫീ ആണ് സൊളാനോട്. മനസ്സിലായത്? പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വോളിമെട്രിക് ട്രേഡ് സൊളാനോട് വളരെയധികം കൂടുതലാണ് എതേറിയത്തിനെ സംബന്ധിച്ച്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എതേറിയത്തിൽ ഏകദേശം $60 billion ടോട്ടൽ വാല്യൂസ് ലോക്ക് ആക്കി വെച്ചിട്ടുണ്ട്. വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയധികം ടോക്കൺസ് അവര് ലോക്ക് ആക്കി വെച്ചിട്ടുണ്ട്, വെറുതെ $60 billion. അപ്പൊ അത്രയും കാശ് അതിൽ കിടക്കുന്നുണ്ട്. പക്ഷേ അവരുടെ ടോട്ടൽ വോളിമെട്രിക് ട്രേഡ് ഒരു ദിവസത്തിൽ നടക്കുന്നത് $2 billion. അതിന്റെ മാസീവ് സൈസ് അനുസരിച്ചിട്ട് അതിന് ചെറിയ ശതമാനമാണ് ബേസിക്കലി വോളിമെട്രിക് ട്രേഡ് ആയിട്ട് വരുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ആക്ടിവിറ്റി വളരെയധികമായിട്ട് കുറഞ്ഞിട്ടുണ്ടെന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. സൊളാനോയിൽ ഡെയിലി $2 billion വർത്ത് ഓഫ് വോളിമെട്രിക് ട്രേഡ് നടക്കുന്നുണ്ട്. നിങ്ങൾ അത് താരതമ്യം ചെയ്ത് നോക്കിയാൽ എതേറിയായിട്ട് എതേറിയത്തിൽ ഓൺലി $1.7 billion ആണ് നടക്കുന്നുള്ളൂ വോളിമെട്രിക് ട്രേഡ്. പക്ഷെ $60 billion ടോട്ടൽ വാല്യൂ ലോക്ക്ഡ് ആയിട്ട് വെച്ചിട്ടുണ്ട്. മനസ്സിലായി? യൂസേഴ്സ് അധികം ആക്റ്റീവ് അല്ല എന്നാണ് സത്യം. പക്ഷെ സൊളാനോയിൽ $5.26 billion ടോട്ടൽ വാല്യൂ ലോക്ക്ഡ് ആയിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ അതിനനുസരിച്ചിട്ട് $2 million വോളിമെട്രിക് ട്രേഡ് ഓരോ ദിവസം നടക്കുന്നുണ്ട്. മീൻസ് സൊളാനോ മാസം 25% വെച്ച് കയറുന്നുണ്ട് എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പൊ സൊളാനോയുടെ ടോട്ടൽ വാല്യൂ ലോക്ക്ഡ് $5.28 billion എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. ഈ എമൗണ്ട് ഈ $5.28 billion ഏപ്രിൽ 2022 ഹൈസിനെ വെട്ടിച്ചു എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കണം. കാരണം അത്രയും കാശ് അവരുടെ ഡെക്സസിൽ അവർ ലോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കാര്യം മനസ്സിലാക്കണം. അപ്പൊ ഇതൊക്കെ കാരണം കൊണ്ട് സൊളാനോ ഇപ്പൊ കത്തി കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ കത്തി കയറാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാരണം മീം കോയിൻ ട്രേഡിംഗ് ഫ്രൻസി. വെച്ചിട്ടുണ്ടെങ്കിൽ സൊളാനോയുടെ ബ്ലോക്ക് ചെയിനിലെ മുകളിൽ കണ്ടമാനം മീം കോയിൻസ് ട്രേഡ് ചെയ്യപ്പെടുന്നു. മീൻസ് ഏറ്റവും വലിയ സക്സസ്ഫുൾ മീം കോയിൻസ് ഒക്കെ സൊളാനോയുടെ മുകളിലാണ് ട്രേഡ് ചെയ്യപ്പെടും ഇപ്പോഴത്തായിട്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് ബോങ് കോയിൻ, സൗദി ബോങ് കോയിൻ, ഇവരൊക്കെ സൊളാനോയുടെ ബ്ലോക്ക് ചെയിനിൽ ട്രേഡ് ചെയ്യപ്പെട്ട കോയിൻസ് ആണ്. ബേസിക്കലി സൊളാനോ ടെക്സസ് എന്നൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ്. വൺ സക്സസ്ഫുൾ ആയിട്ടുള്ള പ്രൊജക്ട്സുകളാണ് ബേസിക്കലി. അപ്പൊ സൊളാനോ മീം കോയിന്റെ മുകളിലാണ് പിടിച്ചത്. കാരണം മീം കോയിൻസ് ഭയങ്കരമായിട്ട് അട്രാക്ഷൻ കൊണ്ടുവരുന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കും. അപ്പൊ സൊളാനോന് വേണമെങ്കിൽ അത് പെർഫോം ചെയ്യാനുള്ള എല്ലാതരം സാധ്യതയുണ്ട്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൊളാനോ ഒരു വലിയ പ്ലെയർ ആവാനുള്ള സാധ്യത ഭാവിയിൽ ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക. പിന്നെ
എതേറിയത്തിന് ETF അപ്രൂവൽ കിട്ടിയെന്നുള്ള സത്യമുണ്ട്. പക്ഷെ അവരുടെ ഡെബ്യൂ വളരെ മോശമായെന്നുള്ള സത്യം വേറെയുണ്ട്. ഇതൊക്കെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അടുത്തുള്ള ന്യൂസിൽ എന്താ പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻസ് എതേറിയത്തിന്റെ ETF ഡെബ്യൂ അതിൽ ഏകദേശം $200 million ആണ് ഫസ്റ്റ് ഡേയില് ഇൻഫ്ലോ ആയിട്ട്. അത്രയധികം കാശ് എതേറിയം ETF വന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ കാശ് എതേറിയം ETF വന്നു ചേർന്നു. പക്ഷേ ഏകദേശം $496 billion ഔട്ട്ഫ്ലോ ചെയ്തു എന്നുള്ളൊരു സത്യം വേറെ മനസ്സിലായി. ഏകദേശം അത്രയധികം കാശ് പുറത്തേക്ക് പോയിട്ടുണ്ട് എതേറിയം ETF. On the first day of launch, BlackRock ETFs led with 265 million in total inflows, become the market leader. പക്ഷേ Grayscale's ETF fund faced significant outflows, totaling $484 million. അത്രയും കാശ് പുറത്തേക്ക് പോയിട്ടുള്ള ഒരു സത്യം വേറെ. ഈ കാശ് ശരിക്കും സീഡ് മണി ആയിട്ട് വെച്ച ഒരു കാശാണ്. ഏകദേശം $1 billion ആണ് എതേറിയം ട്രസ്റ്റിലേക്ക് ഗ്രേസ്കെയിൽ ട്രാൻസ്ഫർ ചെയ്തത്. മീൻസ് എതേറിയം ETF ലോഞ്ച് ഇടതിനെക്കാട്ടും തൊട്ട് മുമ്പ്. പക്ഷെ എതേറിയം ETF ലോഞ്ചിൽ ഏകദേശം അവരുടെ ടോട്ടൽ ആസറ്റ് അണ്ടർ മാനേജ്മെന്റിന്റെ 5% കാശ് ഔട്ട്ഫ്ലോ ആയിട്ട് പോയി. ETF ഫണ്ടിൽ നിന്ന് പുറത്തേക്ക് പോയി. ഈ ആസറ്റ് അണ്ടർ മാനേജ്മെന്റിൽ ഏകദേശം $10 billion ആണ് ആസറ്റ് ആയിട്ട് അവർ മാനേജ് ചെയ്യുന്നത്. മീൻസ് $10 billion വരും അവർ മാനേജ് ചെയ്യുന്ന ആസറ്റ്സിന്റെ തുക. ബേസിക്കലി അതിന്റെ ഒരു 5% പോയി. ഔട്ട്ഫ്ലോ ആയിട്ട് ക്യാഷ് പുറത്തേക്ക് പോയി. ഒരു നെഗറ്റീവ് ഔട്ട്ഫ്ലോ ആണ്. അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മോശമായ ഒരു വാർത്തയാണെന്ന് ഒരു കാര്യം മനസ്സിലാക്കുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഫ്ലോ ഉണ്ടെങ്കിൽ മാത്രം അതിന്റെ സക്സസ് ശരിക്കും നമുക്ക് പറയാൻ പറ്റും. ഔട്ട്ഫ്ലോ വന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ അതൊന്ന് വിറ്റ് പോകാന്നാണ് മനസ്സിലാക്കുന്നത്. ഡിമാൻഡ് കുറഞ്ഞെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ നമ്മൾ അതിനൊന്നും കേട്ട് നമ്മൾ വിഷമിക്കരുത്. നമ്മൾ ലോങ് റണ്ണിലാണ് ചിന്തിക്കുന്നത്, നമ്മൾ ഭാവിയിലേക്കാണ് ചിന്തിക്കുന്നത്. ഏകദേശം 1 to 12 മാസത്തിനുള്ളിൽ $10 billion ആണ് എതേറിയം ETF വരാൻ പോകുന്നത്, അല്ലെങ്കിൽ ETFs വരാൻ പോകണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയധികം ആയിട്ട് മാർക്കറ്റ് ഇൻഫ്ലേറ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം. ഈ വരുന്ന 10-12 മാസത്തിനുള്ളിൽ 6000 തൊട്ടിട്ട് $7200 വരെ എതേറിയത്തിന്റെ പ്രൈസ് കാണാൻ പറ്റുന്ന പറയുന്നത്. അവരുടെ ട്രേഡിംഗ് പ്രൈസ് കാണാൻ പറ്റുന്നതാണ് പറയണത്. ഈ ഇൻഫ്ലോസിന്റെ കണക്ക് പ്രകാരം ഇത് പറയുന്നത് സ്പെൻസർ ബോഗാട്ടാണ്. ആളാണ് ജനറൽ പാർട്ണർ അറ്റ് ബ്ലോക്ക് ചെയിൻ ക്യാപിറ്റൽ. അപ്പോൾ നമ്മൾ ഇത്രയധികം ആക്ടിവിറ്റി എതേറിയത്തിൽ കാണുന്നുള്ള ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണം. മീൻസ് ഇത്രയധികം പ്രൈസ് ട്രാക്ഷൻ നമ്മൾ എതേറിയത്തിൽ കാണുന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം. 6000 തൊട്ടിട്ട് $7200 വരെ. പക്ഷെ ഇതൊരു ഘടകം മാത്രമാണ്. വേറെ വഴി നിന്നൊക്കെ എതേറിയത്തിലേക്ക് കാശ് വരുന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം. $10 billion ഒരു നെഗ്ലിജിബിൾ മണി ആണെങ്കിലും ശരി, വേറെ പല രീതിയിൽ നിന്ന് എതേറിയത്തിലേക്ക് കാശ് വരുന്നുണ്ട്. മീൻസ് ആൻസെസ്ട്രൽ മണി ആയിട്ട് കുട്ടികളായിട്ട് ഇടുന്നുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങൾ കാരണം ഈ എതേറിയത്തിന്റെ പ്രൈസ് കയറുന്നുണ്ട്. പക്ഷെ എതേറിയത്തിന്റെ പോട്ട് കാരണം ചിലപ്പോൾ എതേറിയം സെൽഫ് ഇംപ്ലോഡ് ചെയ്യാനുള്ള സാധ്യത എന്നുള്ള കാര്യം മനസ്സിലാക്കണം. സോളാനയുടെ പോലത്തെ ബ്ലോക്ക് ചെയിൻ അല്ല എതേറിയത്തിന് അതിന്റേതായ പ്രശ്നങ്ങളുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സോളാനോ ETF അപ്രൂവൽ കിട്ടുന്നുള്ള ധാരണയിൽ നമുക്ക് എത്തിയെന്ന് നമുക്ക് പറയാം. സാധ്യതയുണ്ട്, നല്ല സാധ്യതയുണ്ട്. അപ്പൊ XRP ആയിരിക്കും അത് കഴിഞ്ഞിട്ട് അപ്രൂവൽ കിട്ടാൻ പോണ ETF. പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കും, ഈ ഡോജും ഷീബോനും ഒക്കെ ETF കിട്ടി എന്താ പറ്റില്ല. കാരണം ഇവർക്ക് വലിയ യൂട്ടിലിറ്റി ഒന്നും ഇല്ല. ഷീബിനൂനൊക്കെ ഈ യൂട്ടിലിറ്റി ഇല്ലാത്ത ക്രിപ്റ്റോ കറൻസിക്കൊക്കെ ETF പോലും കൊടുത്ത SEC കാശ് പോകാനുള്ളതാണ്. ഭൂരിഭാഗം ആൾക്കാരെ കാശ് പോകും എന്നുള്ള കാര്യം നമ്മൾ ഓർത്ത് വെക്കുക. മീൻസ് യൂട്ടിലിറ്റി ഉണ്ടെങ്കിൽ മാത്രം ആ പ്രൈസിന് വില അത്തുള്ളൂ. മനസ്സിലായത്? യൂട്ടിലിറ്റി ഇല്ലാത്ത പ്രൊജക്ട് എയറായി പോകുന്ന പറയാം. അപ്പൊ ഇവിടെ ഒരു വലിയ പെശക്ക് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ സൂക്ഷിച്ചും കരുതിയിട്ടൊക്കെ നിങ്ങൾ ട്രേഡ് ചെയ്യാം ഈ പ്രൊജക്ടുകളൊക്കെ. സോളാനോ XRP എതേറിയം ഒക്കെ പിന്നെ നല്ല പ്രൊജക്ടുകളാണെന്ന് പറയാം. കാരണം യൂട്ടിലിറ്റി ഉണ്ട്. നമ്മൾക്ക് സൊളാനോയില് ട്രാൻസാക്ഷൻ ഫീ കുറവാണ്. അങ്ങനത്തെ കുറെ ഘടകങ്ങളൊക്കെ സൊളാനോ. എതേറിയത്തിനായാലും ശരി, അവർ ഗ്ലോബൽ കമ്പ്യൂട്ടർ ആയിരുന്നു വരുന്നത് സൊളാനോ പോലെ തന്നെ. പക്ഷെ അവർക്ക് യൂട്ടിലിറ്റി ഉണ്ട്. അവരുടെ ഉള്ള കണ്ടവൻ അപ്ലിക്കേഷൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. പണ്ടത്തെ അത്ര ആക്ടിവിറ്റി ഇല്ലാന്ന് മാത്രം. മീൻസ് എതേറിയം ബേസ്ഡ് അപ്ലിക്കേഷൻ അധികം ഉപയോഗിക്കില്ല. എതേറിയം മെയിൻ ബ്ലോക്ക് ചെയിൻ അപ്ലിക്കേഷൻസും അങ്ങനെ ഉപയോഗിക്കുന്നില്ല എന്ന് നമുക്ക് പറയാം. പക്ഷെ എന്നാൽ എതേറിയത്തിന്റെ ലെയർ 2 ബ്ലോക്ക് ചെയിനിലൊക്കെ നല്ല ആക്ടിവിറ്റി ഉണ്ട്. അവിടെയൊക്കെ ഉള്ള അപ്ലിക്കേഷൻ നല്ല ആക്ടിവിറ്റി കാണും. പിന്നെ ഫെറാറി അവരുടെ കാറുകൾ ക്രിപ്റ്റോ കറൻസി ഉപയോഗിച്ച് വാങ്ങാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. എവിടെ? യൂറോപ്പിൽ. പിന്നെ യുഎസിലായിരുന്നു ആദ്യം. യുഎസിൽ ഒരു ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ അവിടുത്തെ ഹൈ എൻഡ് കൺസ്യൂമർ ഫെറാറി വാങ്ങുന്ന ആൾക്കാർക്ക് അവർക്ക് ഈ ക്രിപ്റ്റോ കറൻസിയിൽ ഈ ഫെറാറി വാങ്ങാം. മനസ്സിലായി? അത് ഭയങ്കര സക്സസ് ആയിരുന്നു. എല്ലാവരും അക്സെപ്റ്റ് ചെയ്തു. ബേസിക്കലി അവർ കൺസ്യൂമേഴ്സ് ഒക്കെ അക്സെപ്റ്റ് ചെയ്തു. ഈ അക്സെപ്റ്റൻസ് കണ്ടിട്ടാണ് അവര് യൂറോപ്പിൽ പോയിട്ട് ഈ സർവീസ് അവൈലബിൾ ആക്കി വെക്കും. ഇങ്ങോട്ടിട്ട് യൂറോപ്യൻസിന് അല്ലെങ്കിൽ ഹൈ എൻഡ് കൺസ്യൂമർക്ക് ഫെറാറി വാങ്ങാം ക്രിപ്റ്റോ കറൻസി ഉപയോഗിക്കും. മനസ്സിലായി? അവർ ഉപയോഗിക്കുന്ന പ്രോസസിംഗ് സിസ്റ്റം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിറ്റ്പേ ആണ്. ബിറ്റ്പേ ഉപയോഗിച്ചിട്ടാണ് ആൾക്കാർക്ക് ഇത് പ്രോസസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ക്രിപ്റ്റോ കറൻസീസ് ഏതൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിറ്റ്കോയിന്, എതേറിയം, പിന്നെ USDC എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട്. USDC സ്റ്റേബിൾ കോയിനാണ്. ഈ സ്റ്റേബിൾ കോയിൻ ഉപയോഗിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഫിയറ്റ് കറൻസിക്ക് മാറ്റാം. മനസ്സിലായി? എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൈസൻസ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനിയുള്ള സീരിയസിന് അവരുടെ കൺസ്യൂമേഴ്സിന്റെ അടുത്ത് നിന്ന് അല്ലെങ്കിൽ ഫെറാറി വാങ്ങുന്ന ആൾക്കാരുടെ അടുത്ത് നിന്ന് ക്രിപ്റ്റോ കറൻസി ഉപയോഗിച്ചിട്ട് സ്വീകരിക്കാം ബേസിക്കലി കാശ്. എന്നിട്ട്
അവർക്ക് കാർ കൊടുക്കുക ഫെറാറി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റും ഡീലറും അക്സെപ്റ്റ് ചെയ്തു ക്രിപ്റ്റോ കറൻസി. മീൻസ് അറ്റ്ലീസ്റ്റ് ഫെറാറിയുടെ ഡീലേഴ്സും അല്ലെങ്കിൽ മാർക്കറ്റും അക്സെപ്റ്റ് ചെയ്തു. ഇനി വരാൻ പോകുന്ന ആൾക്കാർ കൂടുതൽ ആൾക്കാർ അവർ അക്സെപ്റ്റ് ചെയ്യാൻ പോവാണ്. ബേസിക് കൂടുതൽ കമ്പനികൾ അക്സെപ്റ്റ് ചെയ്യും കുറച്ച് കഴിഞ്ഞാൽ ഈ ക്രിപ്റ്റോ കറൻസി നിങ്ങൾക്ക് ഡീൽ ചെയ്യാം. ഇത് തന്നെ ഒരു വലിയൊരു സൂചനയാണ്, ഒരു ബുള്ളിഷ് ഇൻഡിക്കേറ്റർ ആണ്. ക്രിപ്റ്റോ കറൻസി വൈഡ് സ്പ്രെഡ് അക്സെപ്റ്റൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായത്? ഇനി അധികം വേഗാണ്ട് ഒരു 3-4 വർഷത്തിന് ശേഷം നിങ്ങൾ നോക്കുമ്പോ എല്ലാം ക്രിപ്റ്റോ കറൻസിയിലാണ് ഡീൽ ചെയ്യാണ്. കാശൊക്കെ കുറെ ആൾക്കാരൊക്കെ പോയിട്ടുണ്ടാവും. പക്ഷെ നല്ലൊരു സെറ്റ് ഓഫ് ക്രിപ്റ്റോ കറൻസീസ് വൻ രീതിയിലായിരിക്കും. ലോകം തന്നെ ചിലപ്പോൾ മാറിയിട്ടുണ്ടാവും, എന്താ പറ്റുക നമുക്കറിയില്ല. പക്ഷേ ക്രിപ്റ്റോ കറൻസി ഈസ് ഹിയർ ടു സ്റ്റേ. അതിൽ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരോ വൺ ലോഡ് കാശ് ഉണ്ടാക്കിയിട്ടുണ്ടാവും, റിട്ടയർഡ് ആയിട്ടുണ്ടാവും. എനിക്ക് പറയാം വൺ ലോഡ് കാശ്. അപ്പൊ എനിക്ക് ഇത്രയും പറയാനുള്ള ഈ വീഡിയോയിൽ. നിങ്ങൾക്ക് ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ആയിട്ട് കമന്റ് ചെയ്യാം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.